വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യാ പ്രേരണ കേസിൽ പ്രതികൾക്ക് മുൻകൂർ ജാമ്യം. IC ബാലകൃഷ്ണൻ MLA, ND അപ്പച്ചൻ, KK ഗോപിനാഥൻ എന്നിവർക്ക് കർശനമായ ഉപാധികളോടെയാണ് കൽപ്പറ്റ കോടതി ജാമ്യം അനുവദിച്ചത്. IC ബാലകൃഷ്ണനെ 3 ദിവസത്തെ ലിമിറ്റഡ് കസ്റ്റഡിയിൽ വിടാനും കോടതി ഉത്തരവിൽ പറയുന്നു. ഈ മാസം 20, 21, 22 തീയതികളിലാണ് പോലീസ് ബാലകൃഷ്ണനെ കസ്റ്റഡിയിലെടുക്കുക. ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിടും. DCC ട്രഷററുടെയും മകന്റെയും ആത്മഹത്യയിലേക്ക് നയിച്ച കേസിൽ MLA ഒന്നാം പ്രതിയും DCC പ്രസിഡന്റ് രണ്ടാം പ്രതിയുമാണ്. ഒന്നാം പ്രതിയായ മുൻ കോൺഗ്രസ് നേതാവ് KK ഗോപിനാഥനും ഉപാധികളോടെ മുൻകൂർ ജാമ്യം ലഭിച്ചു. മുൻകൂർ ജാമ്യം അനുവദിച്ചെങ്കിലും കസ്റ്റഡിക്ക് തുല്യമായി പ്രതികളെ ചോദ്യം ചെയ്യും. തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ 3 ദിവസം സമയബന്ധിത കസ്റ്റഡി പ്രകാരം IC ബാലകൃഷ്ണൻ MLA അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ ചോദ്യം ചെയ്യലിന് വിധേയനാകണം. DCC പ്രസിഡന്റ് ND അപ്പച്ചനും KK ഗോപിനാഥനും തിങ്കൾ മുതൽ ബുധൻ വരെയുള്ള സമയബന്ധിത കസ്റ്റഡിക്കും ചോദ്യം ചെയ്യലിനും വിധേയരാകണം. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ മൂവർക്കും സമയബന്ധിത കസ്റ്റഡി കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചെങ്കിലും ഉപാധി വെച്ചു. കോൺഗ്രസ് ഓഫീസുകളിൽ നിന്നും അന്വേഷണ സംഘത്തിന് തെളിവുകൾ ശേഖരിക്കുന്നതിന് സൗകര്യമൊരുക്കണമെന്നും വ്യവസ്ഥയുണ്ട്. 7 ഉപാധികളോടെയാണ് മുൻകൂർ ജാമ്യം. ബത്തേരി DYSP അബ്ദുൾ ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷിച്ചിരുന്ന കേസ് ബുധനാഴ്ച ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരുന്നു. പോലീസ് അന്വേഷണത്തിൽ MLAയ്ക്കും DCC പ്രസിഡന്റിനുമെതിരെ ശക്തമായ മൊഴികളും തെളിവുകളുമുണ്ട്. നിയമനക്കോഴയിൽ വിജിലൻസിന്റെ അന്വേഷണവും പുരോഗമിക്കുകയാണ്. വരും ദിവസങ്ങളിൽ വിജിലൻസ് IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്തേക്കും. കൈരളി ന്യൂസ്, വയനാട്.